ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിന് ഈ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വലിയ വിവാദമുണ്ടായത് SNDP യോഗം ജനറൽ സെക്രട്ടറിയും നവോത്ഥാന നായകനുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചതിനെ ചൊല്ലിയാണ്. പരിണതപ്രജ്ഞനായ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുള്ള സാക്ഷാൽ കമാൽ പാഷ പോലും ഈ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്ത് തെറ്റായിപ്പോയി. വെള്ളാപ്പള്ളിയോടൊപ്പം പത്മഭൂഷൺ ലഭിക്കാനിടയായതിൽ മമ്മൂട്ടി തീർച്ചയായിട്ടും ദുഃഖിക്കുന്നുണ്ടാവും എന്നൊക്കെ അടിച്ചുവിടുന്നത് ഞാൻ കേട്ടു. അപ്പോൾ കമാൽ പാഷയുടെ അഭിപ്രായത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ അത്രയും കൊള്ളരുതാത്തവനും ഒരു പത്മ പുരസ്കാരം കിട്ടാൻ യോഗ്യതയില്ലാത്തവനുമാണ്, ഒരു അയോഗ്യ പയലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനു മുമ്പ് പത്മഭൂഷൺ കിട്ടിയ പല ആളുകളോടും അല്ലെങ്കിൽ അതിനേക്കാളും യോഗ്യതയുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ആരുടെ പോക്കറ്റ് അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബലാത്സംഗ കേസിലും പ്രതിയായിട്ടില്ല. ഇതിലൊക്കെ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ ആളുകൾക്കും ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് കയ്യിൽ കാശുള്ള ആളുകൾക്കൊക്കെ സകല ബ്രാഞ്ചുകൾക്കും കിട്ടാവുന്ന ഒന്നായിട്ട് ഈ പത്മ പുരസ്കാരങ്ങൾ അധപ്പതിച്ചു. അങ്ങനെ പത്മ പുരസ്കൃതനായ ഒരാൾ, അദ്ദേഹം ആനമേനോൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ക്രിമിനൽ കേസിൽ പ്രതിയായി കുറച്ചു കാലം ജയിലിൽ കിടക്കുന്ന കാഴ്ചയും നമുക്ക് കണ്ടു. ഇപ്പോഴും കേസുകളൊന്നും അവസാനിച്ചിട്ടില്ല. മേനോൻ ഇങ്ങനെ പൊങ്ങിയും മുങ്ങിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള പല തമാശകൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. ഈ പ്രാഞ്ചിയേട്ടൻ എന്ന ഒരു സങ്കല്പം തന്നെ അതിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളതാണ്. അബുദാബി കേന്ദ്രീകരിച്ച് ആക്രി കച്ചവടം നടത്തുന്ന ഒരു മുതലാളി സ്വന്തം ആവശ്യത്തിനും പിന്നെ അയൽവക്കക്കാരുടെ സിൽബന്തികളുടെ ആവശ്യത്തിനൊക്കെ പത്മ പുരസ്കാരം വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിവാദം, നമ്മുടെ RS ശശികുമാർ എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ, അദ്ദേഹം ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറം നടത്തുന്ന ആളാണ്. സർവകലാശാല തലത്തിലൊക്കെ നടത്തുന്ന പല തട്ടിപ്പുകളും പുറത്തു കൊണ്ടിരുന്നതിന് ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള ആളാണ്, മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി മുമ്പാകെ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. 127 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പത്മ പുരസ്കാരത്തിന് അർഹനല്ല. അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്ത നടപടി പുനഃപരിശോധിക്കണം. പുരസ്കാരം കയ്യിൽ കൊടുത്തിട്ടില്ല, അത് കൊടുക്കുന്നത് തടയണം, മാറ്റിവെക്കണം. ഇദ്ദേഹം തീർത്തും അനർഹനാണ് എന്ന് കണ്ടെത്തുന്ന പക്ഷം കൊടുക്കരുത് എന്നാണ്. ആർക്കും എന്ത് പരാതിയും എവിടെയും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർക്കുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇവ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് സാധാരണ ആഭ്യന്തര മന്ത്രാലയം സാധാരണ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾക്ക് ശുപാർശ ചെയ്യാറ്. അതും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് രാഷ്ട്രപതി ഇത് പ്രഖ്യാപിക്കാറ്. പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമേ രാഷ്ട്രപതിക്കുള്ളൂ. ഇത് കംപ്ലീറ്റ് കടലാസും ശരിയാക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. അപ്പോൾ ഇവിടെയും രാഷ്ട്രപതി പരാതി കിട്ടിയപ്പോൾ അത് ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ വെള്ളാപ്പള്ളി നടേശനോട് എതിർപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാവരും ആഹ്ലാദഭരിതരായി, ഇതാ വെള്ളാപ്പള്ളിയുടെ പുരസ്കാരം വെള്ളത്തിലായി എന്ന രീതിയിൽ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, അവർ സന്തോഷിച്ചോട്ടെ, അവർക്ക് സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. വെറുതെ അവരുടെ സന്തോഷത്തിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആഭ്യന്തര മന്ത്രാലയമാണ് പേര് നിർദ്ദേശിക്കുന്നത്. അവരിതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് അടക്കം കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ വെറുതെ പ്രഖ്യാപിക്കാൻ എന്തോ ആട്ടെ. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്താണ്, അതായത് 2011 മുതൽക്ക് 14-15 വരെയുള്ള സമയത്താണ് കേരളത്തിൽ നേഴ്സുമാരെ സംഘടിച്ച് കൂലി കൂടുതൽ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി വലിയ സമരങ്ങളൊക്കെ നടത്തി. തൃശ്ശൂരെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ അവർ സമരിച്ചു. എറണാകുളത്ത് അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നടത്തിയ സമരം വളരെ പ്രസിദ്ധമാണ്. മിക്കവാറും പത്രങ്ങളൊക്കെ ഇവരുടെ വാർത്തകൾ തമസ്കരിച്ചു. കാരണം നേഴ്സുമാർക്ക് രാഷ്ട്രീയമായ പിൻബലമില്ല, സാമ്പത്തിക ശക്തിയില്ല, ഇവർക്ക് ശക്തരായ അല്ലെങ്കിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള നേതാക്കന്മാരുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലായിട്ടുമല്ല ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും രാഷ്ട്രീയക്കാരാലും അവഗണിക്കപ്പെട്ടു, പത്രക്കാരാലും അവഗണിക്കപ്പെട്ട ഒരു കൂട്ടരാണ് നേഴ്സുമാർ. അന്നത്തെ കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ അല്ല. അപ്പോൾ ഇങ്ങനെ ഇവർ സംഘടിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. അന്ന് VS അച്യുതാനന്ദനെ പോലെ കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് ഇതിനെ പിന്തുണച്ചത്. ഇന്ത്യ വിഷൻ ചാനലാണ് ഇവർക്കൊരു സ്പേസ് കൊടുത്തത്. അങ്കമാലി
നേഴ്സുമാരുടെ സമരമൊക്കെ ഇന്ത്യ വിഷനാണ് വലിയ വമ്പിച്ച വിജയമാക്കി കൊടുത്തത്. ഇന്ത്യ വിഷനിൽ വന്ന സ്റ്റോറി എയറിൽ പോയി 2 ദിവസത്തിനകത്ത് പള്ളിയിലെ അച്ഛൻ സകല പ്രശ്നങ്ങളും സവലാമത്താക്കി. അപ്പോൾ ഇവർ ചോദിച്ച ഡിമാൻഡൊക്കെ അംഗീകരിച്ച് സമരം തീർക്കുകയാണ് ചെയ്തത്. പക്ഷേ മിക്കവാറും മാധ്യമങ്ങളും ബഹിഷ്കരിച്ചു, ഈ വാർത്തകൾ തമസ്കരിച്ചു. പ്രത്യേകിച്ച് മലയാള മനോരമ പത്രവും മനോരമ ചാനലും ഈ സമരത്തിനെതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. ഈ എറണാകുളം നഗരപരിധിയിൽ, കൊച്ചി നഗരപരിധിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ലേക്ക് ഷോർ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ചില ഡോക്ടർമാർ ചേർന്ന് തുടങ്ങിയതാണ്. പിന്നീട് അവരുടെ അടുത്ത് വേണ്ടത്ര മൂലധനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചില വ്യവസായികളെ കൂടി കൂട്ടുപിടിച്ച് ഇത് വിപുലീകരിച്ചു. അവസാനം വന്നപ്പോൾ ഡോക്ടർമാർ പുറത്താവുകയും ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത അറബിയുടെ അവസ്ഥയിലെത്തി. ഡോക്ടർമാർ പുറത്താവുകയും മുതലാളി പുള്ളിയുടെ മരുമകനും അകത്താവിച്ചു. ഇത് പിന്നീടുണ്ടായ സംഭവമാണ്. പക്ഷേ ഈ സംഭവം ഇവർ നേഴ്സുമാരെ സമരം ചെയ്യുന്ന സമയത്ത് മനോരമക്കാർ പ്രത്യേകിച്ചും ഈ വാർത്തകൾ തമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, സമരത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ നേഴ്സുമാരുടെ അന്നത്തെ നിയമോപദേഷ്ടാവും ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ നേഴ്സുമാരും അവരുടെ കൂട്ടായ്മയിൽപ്പെട്ട ആളുകളും എല്ലാവരും മനോരമ പത്രം വാങ്ങിക്കുന്നത് നിർത്തുക. ഒരു കോപ്പി കുറഞ്ഞാൽ മനോരമക്കാർക്ക് പൊള്ളും. അവർ തീർച്ചയായിട്ടും സമരത്തിൻ്റെ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞു. അത് അതേപടി നടപ്പായി. മനോരമ അടക്കം വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥന്മാർ തീരെയും വഴങ്ങുന്നില്ല. അപ്പോഴാണ് നമ്മൾ അടുത്ത നമ്പർ ഇറക്കിയത്. ഈ തൊഴിലാളിക്ക് മിനിമം ബേസ് കൊടുക്കാത്ത മുതലാളി പത്മശ്രീ കിട്ടിയ ആളാണ്. മാത്രമല്ല വലിയൊരു ഗംഭീരമായ പത്മശ്രീയാണ്, സാധാരണ പത്മശ്രീയല്ല, 1.5 പത്മശ്രീ കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയപ്പോൾ കേരളത്തിലുണ്ടായ ഒരു ആഘോഷം നാളിതുവരെ ഒരാൾക്ക് പത്മശ്രീ കിട്ടിയപ്പോഴും ഉണ്ടായിട്ടില്ല. ആ വർഷം ജനുവരി 26 മുതൽക്ക് അടുത്ത വർഷം ജനുവരി 25 വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അനുസ്മരണ ആഘോഷ പരിപാടി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ പത്മശ്രീയെ പുള്ളി വളരെയധികം വിലമതിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, രാഷ്ട്രപതിക്ക് ഒരു മെസ്സേജ് അയക്കും, ഒരു ഫാക്സ്. തൊഴിലാളികൾക്ക് മിനിമം ബേസ് കൊടുക്കാത്ത ഇയാൾക്ക് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്തത് ഖേദകരമാണ്. അതുകൊണ്ട് കൊടുത്ത പത്മശ്രീ തിരിച്ചെടുക്കും. വാർത്തയുടെ കോപ്പി ഇന്ത്യ വിഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. ബാക്കി നമുക്ക് ശരിയാക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഇവിടുന്ന് ഫാക്സ് അയച്ചു, വാർത്താ പത്രങ്ങൾ കൊടുത്തു. മിക്കവാറും പത്രങ്ങളും വാർത്ത കൊടുത്തില്ല. പക്ഷേ എന്നാലും ചിലരൊക്കെ വാർത്ത കൊടുത്തു. നോക്കുമ്പോൾ വേറെ തമാശയുണ്ട്. മുതലാളിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രധാന ഡോക്ടർക്കും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഇവരെ രണ്ടുപേരുടെ പത്മശ്രീ പിൻവലിക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ കേന്ദ്രത്തിലേക്ക് അയച്ചു, രാഷ്ട്രപതിക്ക് അയച്ചു. ഈ കൊടുത്ത പത്മശ്രീ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ മുതലാളിക്കറിയില്ല, ഡോക്ടർക്കും അറിയില്ല. ഏതായാലും പ്രശ്നം തീർന്നു. തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ മുതലാളി സമ്മതിച്ചു. അങ്ങനെ നേഴ്സുമാരുടെ സമരം വിജയപ്രാപ്തിയിലെത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള പല തമാശകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ പത്മ പുരസ്കാരം കൊണ്ട് ഇങ്ങനെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. ചില തൊഴിലാളികൾക്ക് മിനിമം വേസ് കിട്ടാൻ വേണ്ടി പോലും നമുക്ക് പത്മശ്രീ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ അന്നാണ് പഠിച്ചത്. ഏതായാലും വെള്ളാപ്പള്ളി നടേശന് കൊടുക്കാൻ പോകുന്ന പത്മഭൂഷൺ പിൻവലിക്കാൻ ഈ പരാതിയൊന്നും മതിയാവുകയില്ല. അതിന് കുറച്ചും കൂടി ആത്മബലമുള്ള ആളുകളും ആരുറപ്പുള്ള പരാതികളും വേണ്ടിവരും എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും പരാതി അയക്കുന്നവർ നിർത്തണ്ട. ഇനി കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പരാതി കൊടുക്കാം. അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചത് തെറ്റാണ്, ആ സ്ഥാനം പിൻവലിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. അതൊന്നും ഒരു തടസ്സമില്ല. എന്തിനാ വെള്ളാപ്പള്ളി നടേശനിൽ നിർത്തുന്നത്? നിർത്തണ്ട. ഇനിയും നിരവധി പരാതികൾ എഴുതി കയ്യക്ഷരം നന്നാവും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വിശേഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലാൽ സലാം.